May the name of the Lord be glorified. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. It is always a blessing to come together as an assembly and worship our Lord and Savior. സഭയായിട്ട് നാം ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കുന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന വിഷയമാണ്. And a second good blessing is to be seated and listen the word of God. രണ്ടാമത്തെ നന്മ എന്ന് പറയുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനത്തിന് മുൻപാകെ വചന കേൾവിക്കായിട്ട് ഇരിക്കുന്ന നിമിഷങ്ങൾ. It's almost 2 weeks plus we have entered into the year of 2026. 2026 പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് 2 ആഴ്ച പിന്നോട്ട് പോയിരിക്കുകയാണ്. And I was just pondering just one word from the word of God which came to my ears again and again through different individuals was this. ഈ ദിവസങ്ങളിൽ ഞാൻ ഓർക്കുകയായിരുന്നു, പല വ്യക്തികളിൽ നിന്നും വ്യക്തിവിശേഷങ്ങളിൽ നിന്നും ഒരേ പദം തന്നെ, ഒരു വാക്യം തന്നെ എൻ്റെ കാതിൽ വീണത്. Through different life testimonies, through the word of God, this one phrase or word was repeated into my ears. ദൈവവചന കേൾവി സമയത്തും അത് മാത്രമല്ല പലരുടെ സാക്ഷ്യവാക്കുകൾ കേൾക്കുമ്പോഴും ആവർത്തിച്ച് കേട്ട ഒരു വാക്യമാണ് ഈ പദം. Today we'll try to meditate on that particular word. ആ പദത്തിൽ തന്നെ ദൈവഹിതം അനുസരിച്ച് നമുക്ക് ധ്യാനത്തോടുകൂടി ആയിരിക്കാം, ധ്യാനിക്കാം. Based on that, we'll read a verse as an introduction. We'll come to Daniel chapter 6 and verse 23. അതിനധിഷ്ഠിതമായിട്ടുള്ളൊരു വാക്യം നമുക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 23-ാം വാക്യം പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. We read. Yeah, we read like this. So Daniel was taken up out of the den, and no injury whatever was found on him, because he had trusted in his God. So this word, trusting in God. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക എന്ന വാക്കാണ് ആവർത്തിച്ച് പല വിധത്തിൽ ഈ നാളുകളിൽ കേട്ടത്. It is so very familiar as a word to Christians or in Christendom that we sometimes take it for granted. ക്രിസ്തീയ ഗോളത്തിൽ ദൈവത്തിലുള്ള ആശ്രയം എന്ന ഈ ആശയം അത് ഇത്രയും നമ്മുടെ അടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കായതിനാൽ, അതിനോട് അടുപ്പമുള്ളതിനാൽ അതിന് കൊടുക്കാനുള്ള പ്രാധാന്യം പലപ്പോഴും നാം കൊടുക്കാറില്ല. Trusting in the Lord. ദൈവത്തിൽ ആശ്രയിക്കുക. We come to this verse, we know very well the story of Daniel. ഈ നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് നമുക്ക് നല്ല അവഗാഹമുണ്ട്. So I'll just like to ask you a couple of questions. I would like you to respond by raising your hands, yes or no, as I proceed with the question. ഞാൻ മുൻപോട്ട് പോകുന്നതിന് മുൻപ് ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും. അതിന് ഉത്തരം സൂചകമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വലത്ത് കൈ ഉയർത്തിയാൽ മതി. So it's a very familiar passage, so the question is also very easy. So you can think and raise your right hands. ഈ ഭാഗം നമുക്ക് വളരെ പരിചയസമ്പന്നമായ ഒരു ഭാഗമായതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് ഉത്തരം ലഭിക്കും. ആ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ വലത്ത് കൈ ഉയർത്തി മാത്രം ഉത്തരം അറിയിച്ചാൽ മതി. So the first question is this. ആദ്യത്തെ ചോദ്യം ഇതാണ്: Did Daniel trust in God in the lion's den? ദാനിയേൽ ആ സിംഹഗുഹയിലായിരിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിച്ചുവോ? So I'll raise my hand first. Did Daniel trust in God in the lion's den? ആ സിംഹഗുഹയിലായിരിക്കുമ്പോൾ ദാനിയേൽ ദൈവത്തിൽ ആശ്രയിച്ചു. Few have doubts. I have no doubt. Anyways, okay. So did Daniel trust in God? Yes or no? Yes. Good. Okay. ദാനിയേൽ ദൈവത്തിൽ ആശ്രയിച്ചു. നിങ്ങൾ എല്ലാവരും ഉവ്വ് എന്ന് പറഞ്ഞു. Now, be carefully listen to the second question. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. Did Daniel learn to trust God in the lion's den? ആ സിംഹഗുഹയിലായിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കണം എന്ന സത്യം ദാവീദ് പഠിച്ചിട്ടാണോ ആശ്രയിച്ചത്? Did Daniel, or I'll just clarify again, did Daniel first learn to trust God in the lion's den? ജീവിതത്തിൽ ആദ്യമായിട്ട് സിംഹത്തിന്റെ ഗുഹയിലായിരിക്കുമ്പോഴാണോ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള ആ സത്യത്തെക്കുറിച്ച് ദാനിയേലിന് അറിവുണ്ടായത്? Yes or no? No. You're sure? Okay.
So if you are sure, we are trying to explain and meditate on how was this possible in Daniel's life. ദാനിയേലിന്റെ ജീവിതത്തിൽ ഈ ഒരു സത്യം അത് എങ്ങനെ പ്രായോഗികമായി അതിനെക്കുറിച്ച് നമുക്ക് അല്പം വിശദമായിട്ട് ചിന്തിക്കാം. Verse 23 we read like this. 23-ാം വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. In English, the last part says like this, because he had trusted in his God. മലയാളത്തിൽ നമ്മൾ അതിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവൻ യാതൊരു കേടും പറ്റിയതായി. I repeat, because he had trusted in his God. അവൻ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട്. It is in past tense. അത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന അർത്ഥത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. So the answer to the second question is very clear through this verse. ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഈ ഭാഗം വായിക്കുമ്പോൾ അത് വളരെ സ്പഷ്ടമാണ്. Daniel's trust in his God was not starting, or it didn't start in the lion's den. ദാനിയേലിന് ദൈവത്തിലുള്ള ആശ്രയം ആ സിംഹഗുഹയിലായപ്പോൾ ആരംഭിച്ചൊരു വിഷയമല്ല. Why did I emphasize on this point? ഞാൻ എന്തുകൊണ്ടാണ് അതിന് ഊന്നൽ കൊടുത്ത് പങ്കുവെക്കുന്നത്? It is because no one can start trusting in Lord in any crisis event. ഒരു ശോധനയുടെ അല്ലെങ്കിൽ ഒരു പരീക്ഷയുടെ മുഖത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന സത്യം ആരും ആരംഭിക്കാറില്ല. The reason why I'm emphasizing is this, because sometimes we pray more or we regard more of trust during our difficult times. ഇത് ഞാൻ ഊന്നൽ കൊടുത്ത് വീണ്ടും ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം പലപ്പോഴും ശോധനയുടെ നിമിഷങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു പരീക്ഷാ ഘട്ടത്തിലായി തീരുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് ആരംഭിക്കുന്നത്. When we want something from God, when we need a healing, when we expect something from God, that is when we emphasize on trusting in God. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാൻ രോഗത്തിന്റെ ഒരു മുഖത്ത് ഒരു പ്രയാസ ഘട്ടത്തില് ആണ് നാം ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് ആരംഭിക്കുന്നത്. But the word of God and Daniel's example is very clear that in the lion's den is not what Daniel started trusting in God. എന്നാൽ ദൈവവചനം ദാനിയേലിന്റെ ആ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് ആ സിംഹഗുഹയിലായി കഴിയുമ്പോഴല്ല ദാനിയേൽ ദൈവത്തിലുള്ള ആശ്രയം ആരംഭിക്കുന്നത്. So the first fact is this: you can't learn to trust in God during your crisis activity. ഒന്നാമത്തെ സത്യം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും ആ ശോധനയുടെ നിമിഷത്തിലല്ല നാം ദൈവത്തിലുള്ള ആശ്രയം ആരംഭിക്കുന്നത്. Daniel had trusted in his God earlier. താൻ ചെയ്തു വന്നിരുന്നത് പോലെ, അതായത് ഇതിനു മുൻപ് തന്നെ ദൈവത്തിലുള്ള ആശ്രയത്തിൽ മാത്രം ജീവിച്ച ദാനിയേൽ അവിടെ ആയിരിക്കുമ്പോഴും ദൈവത്തിലുള്ള ആശ്രയത്തിൽ തന്നെ ആയിരുന്നു. That means trusting in God is a process. അതിനർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. And Daniel followed that process in his life. ദാനിയേൽ തന്റെ ജീവിതത്തിൽ ആ പ്രക്രിയയെ തുടർന്നുകൊണ്ടേയിരുന്നു. How? എങ്ങനെ? We'll try to understand how. അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. That is the topic of today's message. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ മുഖപ്രസംഗം. Learning to trust our God. ദൈവത്തിൽ ആശ്രയമുള്ളത് നാം പഠിക്കുക. We have a lot of verses to trust in God. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് അതിനോട് ബന്ധപ്പെട്ട പല വാക്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. But it is also very important for me as an individual to understand and learn the process to trust God. എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തിപരമായിട്ട് ഈ വിഷയങ്ങൾ പരിശീലിപ്പിക്കേണ്ട ആവശ്യം എനിക്കുണ്ട്. We'll come to the first process. അതിന് ആദ്യത്തെ പ്രക്രിയയെ കുറിച്ച് നമുക്ക് നോക്കാം. From the life of Daniel. ദാനിയേലിന്റെ ജീവിതത്തിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. How did he trust God? എങ്ങനെയാണ് ദാനിയേൽ ദൈവത്തിൽ ആശ്രയിച്ചത്? There are a few points we'll go through. അതിന്റെ ചില സത്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. We'll come to chapter 1. അതിന് 1-ാം അധ്യായത്തിലേക്ക് വരാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം and verse 8. അതിന്റെ 8-ാം വാക്യം. But Daniel made up his mind that he would not defile himself with the king's choice food. 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ട് അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. Be reminded that we are trying to learn the process of trusting in God. ദൈവത്തിൽ ആശ്രയം എന്നുള്ളത് അതിന്റെ പ്രക്രിയയുടെ ഒന്നാം ചുവട് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. Chapter 1 verse 8 says that Daniel made up his mind.
he purposed in his heart. Another translation says like that he will not defile himself. ഇവിടെ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇംഗ്ലീഷിലെ മറ്റ് തർജ്ജമകളിലെല്ലാം നമ്മൾ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് തൻ്റെ ഹൃദയത്തിൽ ഒരു നിശ്ചയം താൻ എടുത്തു, രാജാവിൻ്റെ ഭോജനം കൊണ്ട് അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന്. So the first point of this process of learning to trust in the Lord is this: to keep myself undefiled. ദൈവത്തിൽ ആശ്രയം എന്ന് പറയുമ്പോൾ അല്ലെ ഒന്നാമത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് തന്നെത്താൻ അശുദ്ധമാക്കാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരു ദൃഢ നിർണയം എടുക്കുക. Now here the point is king's food and wine. ഇവിടെ രാജാവിന്റെ മേശയിൽ നിന്നുള്ള ഭോജനവും അവൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്ന് പങ്കെടുക്കുക എന്നുള്ളത്. But in our Christian lives, എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ we should stay undefiled. നമ്മൾ പൂർണ്ണ വിശുദ്ധിയോടുകൂടി ആയിരിക്കണം. യാതൊരു അശുദ്ധി നമ്മെ സ്പർശിക്കരുത്. Be reminded, if I am defiled in my Christian life, നമ്മൾ ഓർക്കുക, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ചാൽ I cannot start this process of trusting God. ദൈവത്തിൽ ആശ്രയം എന്നുള്ള ആ സത്യം എന്റെ ജീവിതത്തിൽ ആരംഭം കുറിക്കുകയില്ല. Because God has to be close to me for me to depend on Him, trust in Him, have faith in Him. കാരണം ദൈവം എന്നോട് സമീപസ്ഥനായിരിക്കണം. അതിന് ബാധകമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു അശുദ്ധി എന്റെ ജീവിതത്തിൽ കടന്നു കൂടരുത്. We read in the Psalm, if sin dwells in me, God cannot come close to me. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്റെ ജീവിതത്തിൽ അശുദ്ധി പ്രവേശിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സാമീപ്യം എന്നിൽ നിന്ന് ദൂരെ പോകും. What did Daniel do? ദാനിയേൽ എന്താണ് ചെയ്തത്? He purposed in his heart. തന്റെ ഹൃദയത്തിൽ ഒരു നിർണയം എടുത്തു. He made up his mind. തന്റെ മനസ്സിനെ മാറ്റി. I will not defile myself. ഞാൻ എന്നെ തന്നെ രാജാവിന്റെ ഭോജനമോ താൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ട് എന്നെ അശുദ്ധമാക്കുകയില്ല. That was a clear thought process. അത് വളരെ വ്യക്തമായ സ്പഷ്ടമായിട്ടുള്ള ഒരു ചിന്തയും ഒരു നിർണയവുമായിരുന്നു. Dear brethren, do we want to trust God? പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ദൈവത്തിൽ ആശ്രയിക്കാൻ താല്പര്യമുള്ളവരാണോ? Or do we want to learn to trust God? ദൈവത്തിൽ ആശ്രയം, അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ടുള്ള ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? The initial step, first step is this: to stay undefiled. അതിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള അശുദ്ധി നമ്മെ സ്പർശിക്കരുത്. Daniel stayed undefiled in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ ദാനിയേൽ ഈ പറയുന്ന അശുദ്ധി സ്പർശിക്കാതെ തന്നെ വളരെ വിശുദ്ധിയോടുകൂടെ ഭക്തിയോടുകൂടെ ആയിരുന്നു. He said no to the king. തന്റെ രാജാവിനോട് വളരെ സാഹസത്തോടുകൂടി ധൈര്യത്തോടുകൂടി താൻ ഇല്ല, വേണ്ട എന്നറിയിച്ചു. How many circumstances, how many things in our lives we say no to stay undefiled? നമ്മുടെ ജീവിതത്തിൽ എത്രയോ സാഹചര്യങ്ങളിൽ നാം ഇങ്ങനെ വേണ്ട എന്ന ഉറപ്പോടുകൂടി, ഇല്ല എന്ന ഉറപ്പോടുകൂടി പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. Ignoring all powers and authorities. നമ്മുടെ മുകളിലുള്ള ശക്തിയോ സാമർഥ്യമോ അധികാരമോ അതിനെല്ലാം മുൻപിൽ നിൽക്കുമ്പോൾ ധൈര്യത്തോടുകൂടി ദൈവശക്തിയോടുകൂടി നിന്ന് ഇല്ല, വേണ്ട, ഞാൻ എന്നെ തന്നെ അശുദ്ധിയാക്കുകയില്ല എന്ന ഉറപ്പോടുകൂടി പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ? First thing Daniel did was he stayed undefiled in the presence of തന്റെ God. ജീവിതത്തിൽ ദാനിയേൽ ആദ്യമായിട്ട് ചെയ്ത, പരമപ്രധാനമായിട്ട് ചെയ്ത വിഷയം തന്നെ താൻ അശുദ്ധിയാക്കുകയില്ല എന്നൊരു തീരുമാനമെടുത്തു. Second thing, രണ്ടാമത്തേത് chapter 6 and verse 10. 6-ാം അധ്യായത്തിലെ 10-ാം വാക്യം നമുക്ക് A വായിക്കാം. very familiar verse. 6-ാം അധ്യായത്തിലെ 10-ാം വാക്യം. The second part says like this: അതിന്റെ രണ്ടാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. And he continued kneeling on his knees 3 times a day, praying and giving thanks before his God, as he had been doing previously. ശ്രദ്ധിച്ചു കേൾക്കുക. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. As he had been doing previously. താൻ ചെയ്തു വന്നിരുന്നത് പോലെ. Not specific to this circumstance in his life. ഈ ഒരു സാഹചര്യം വന്നപ്പോഴല്ല, He had been continuing in this practice. താൻ ഈ ഒരു ശീലം തനിക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. Daily and regularly.
ഓരോ ദിവസവും അതും ക്രമീകൃതമായിട്ട് മുടക്കം കൂടാതെ, without interruption, യാതൊരു വിധത്തിലുള്ള മുടക്കം വരുത്താതെ Daniel spoke to God. ദൈവത്തോട് താൻ സ്തോത്രത്തോടുകൂടി പ്രാർത്ഥിച്ചു. Daniel spoke to God. ദൈവത്തോട് ആശയവിനിമയം നടത്തി. He was speaking with God every single day. തന്റെ ജീവിതത്തിലെ ഓരോ ദിവസത്തിലും താൻ ദൈവത്തോട് ആശയവിനിമയം ചെയ്തുകൊണ്ടിരുന്നു. 3 times a day. അതും ഒരു പ്രാവശ്യമല്ല, ഓരോ ദിവസവും 3 പ്രാവശ്യം. Open windows towards heaven. ആ കിളിവാതിൽ യെരൂശലേമിനെ നേരെ തുറന്ന് സ്വർഗത്തിലേക്ക് നോക്കി മുട്ടുകുത്തി താൻ ദൈവത്തോട് യാചിച്ചു. First, he stayed undefiled in the presence of God. ആദ്യമായിട്ട് നാം കണ്ടത് തന്നെ താൻ അശുദ്ധമാക്കാതെ കാത്തു. Second, he was speaking with God. രണ്ടാമത്തേത് മുടക്കം കൂടാതെ ദൈവത്തോടുകൂടെ ബന്ധത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നു. Not because of crisis, അതൊരു ശോധനയുടെ വേളയിൽ മാത്രമല്ല, not because he wants something from God, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിപ്പാൻ വേണ്ടിയല്ല, but just because he wanted to spend time with God. ദൈവസന്നിധിയിൽ ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കുക വാഞ്ചയോടുകൂടി ദൈവസന്നിധിയിലായിരുന്നു. Second in this process is speaking with God. രണ്ടാമത്തെ ഈ ഒരു പ്രക്രിയയിൽ നാം കാണുന്ന ആ ചുവടുവെപ്പ് എന്ന് പറയുന്നത് ദൈവത്തോട് സംഭാഷിക്കുക. What are we trying to learn? ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്? We are trying to learn the trusting in God process. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന ആ പ്രക്രിയയെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Daniel stayed undefiled. Daniel spoke to God. ദാനിയേൽ തന്നെത്താൻ അശുദ്ധിയാക്കാതെ ശുദ്ധതയോടുകൂടെ വിശുദ്ധിയോടുകൂടെ നിന്നു. അത് മാത്രമല്ല, ദൈവവുമായിട്ട് മുടക്കം കൂടാത്തൊരു ബന്ധത്തിൽ തന്നെ ആയിരുന്നു. Chapter 9 and verse 2. ഇനി 9-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. They will read the third important thing. അവിടെ 3-ാമത്തെ ചുവടുവെപ്പ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വായിക്കുന്നു. We read like this. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: In the first year of his reign, I, Daniel, observed in the books the number of the years. അവിടെ 3-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവ് പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും റട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. What do we understand? ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? Daniel completely and fully understood the word of God. ദാനിയേൽ ദൈവവചനത്തെ കുറിച്ച് പൂർണ്ണ ഗ്രാഹ്യം തനിക്കുണ്ടായിരുന്നു. He was clear about what the word of God demands of him. ദൈവവചനം തന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്, അതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യം ദാനിയേൽ പ്രവാചകനുണ്ടായിരുന്നു. Or in other words, he knew God himself. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞ ദൈവത്തെ താൻ വ്യക്തിപരമായിട്ട് അറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. When we try to understand God's word, we try and we also understand God himself. ദൈവത്തിന്റെ വചനം നാം നന്നായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ വചനത്തിന്റെ ദൈവത്തെയാണ്. When we know God, ദൈവത്തെ നാം അറിയുമ്പോൾ we understand his characteristics. ദൈവത്തെ നാം അറിയുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. When we read the word of God, we understand his attributes. ദൈവത്തിന്റെ സ്വഭാവവിശേഷം മാത്രമല്ല, തന്റെ ഗുണവിശേഷങ്ങൾ കൂടെ നാം അതിൽ കൂടെ മനസ്സിലാക്കുന്നു. When we read and understand the word of God, we see what God has done in this world. ദൈവം ഈ ലോകത്തിൽ എന്തൊക്കെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്, ചെയ്തിരിക്കുന്നത്, അതും മനസ്സിലാക്കുന്നത് ദൈവവചനവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുമ്പോഴാണ്. In other words, God speaks to us. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവവചനത്തിൽ കൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. That is the third process. അതാണ് 3-ാമത്തെ പ്രക്രിയ. God speaking to man. ദൈവം മനുഷ്യനോട് സംഭാഷിക്കുന്നു. Daniel stayed undefiled. ദാനിയേൽ തന്നെത്താൻ അശുദ്ധമാക്കാതെ കാത്തു. Daniel spoke to God. ദാനിയേൽ ദൈവത്തോട് സംഭാഷിച്ചു. Here, thirdly, God is speaking to Daniel. 3-ാമത്തേത് ദൈവവചനത്തിൽ കൂടെ ദൈവം ദാനിയേലിനോട് സംഭാഷിക്കുന്നു. Very important process. വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രക്രിയയാണ്. Knowing God's word and in turn knowing God himself. ദൈവത്തിന്റെ വചനം, അതിനുമായിട്ടുള്ള അറിവിൽ നമ്മൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തെ തന്നെ നാം അടുത്തറിയുന്നു. It helps in trusting God. അത് ദൈവത്തിൽ ആശ്രയത്തിൽ നമ്മെ സഹായകമായിരിക്കുന്നു. We'll read one verse from Matthew's Gospel. മത്തായി എഴുതിയ സുവിശേഷം, അതിൽ നിന്നൊരു വാക്യം നമുക്ക് വായിക്കാം. Chapter 6 and verse 6. മത്തായി അതിന്റെ 6-ാം അധ്യായത്തിലെ 6-ാം വാക്യം. We read like this. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: But you, when you pray, go into your inner room, close your door and pray to your Father who is in secret, and your Father
who sees what is done in secret will reward you. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. Father which seeth in secret shall reward thee openly. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പരസ്യമായിട്ട് പ്രതിഫലം തരും. Three things in the process which we dealt with. ഈ ദൈവത്തിലുള്ള ആശ്രയത്തിലുള്ള പ്രക്രിയയുടെ 3 ചുവടുവെപ്പ് നാം കണ്ടു. All of these things are done in secret. ഇതെല്ലാം രഹസ്യത്തിൽ ചെയ്യുന്ന ക്രിയകളാണ്. Did you look into those things? ഭാഗങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയോ? Staying undefiled. തന്നെത്താൻ അശുദ്ധമാക്കാതെ കാക്കുക. It's done in secret. അത് രഹസ്യത്തിൽ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. Speaking to God. ദൈവത്തോട് സംഭാഷിക്കുക. Done in secret. രഹസ്യത്തിൽ ചെയ്യുന്ന പ്രക്രിയയാണ്. God speaking to me. ദൈവം എന്നോട് സംഭാഷിക്കുന്നു. Again done in secret. അതും രഹസ്യത്തിൽ തന്നെ നടക്കുന്ന ഒരു വിഷയമാണ്. Matthew's Gospel chapter 6 and verse 6 says, Father God sees what is done in secret. മത്തായിയുടെ 6 നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, രഹസ്യത്തിൽ നാം ചെയ്യുന്നത് പിതാവായ ദൈവം കാണുന്നു. And then he rewards openly, publicly. അവൻ നമുക്ക് പ്രതിഫലം നൽകുന്നത് പരസ്യമായിട്ടാണ്. That is what we see in the life of Daniel. അതാണ് ദാനിയേലിന്റെ ജീവിതത്തിൽ നാം കാണുന്ന പ്രത്യേകത. Even in chapter 6, the first verse we read, verse 23. ആദ്യം നമ്മൾ വായിച്ച 6-ാം അധ്യായത്തിൽ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലെ 23-ാം വാക്യത്തിൽ വായിച്ചത്, There we know the incident. He was saved from the lion's den. തന്നെ ദൈവം ആ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് രക്ഷിച്ചു. That was a public outcome. Openly, Father was rewarding Daniel. അവിടെ തന്നെ നാം കാണുന്നത്, രഹസ്യമായിട്ട് താൻ ആശ്രയിച്ച ദൈവം പരസ്യമായിട്ട് രാജാവിന് മുൻപാകെ, തന്റെ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച ജനത്തിന്റെ മുൻപാകെ അവിടെ ദൈവം അവനെ പ്രതിഫലം നൽകുകയാണ്. Please understand, I'll reiterate, Daniel didn't learn to trust God in the lion's den. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, സിംഹത്തിന്റെ ഗുഹയിലായിരിക്കുമ്പോഴല്ല ദാനിയേൽ ദൈവത്തിലുള്ള ആശ്രയം പഠിക്കുവാനായിട്ട് ആരംഭിച്ചത്. But way before that, അതിന്റെ ധാരാളം നാളുകൾക്ക് മുൻപ്, by staying undefiled, തന്നെ താൻ അശുദ്ധമാക്കാതെ കാത്തു, by speaking to God daily 3 times, ദൈവത്തോട് അനവരതമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ ആയിരുന്നു. God speaking to him. ദൈവം ദാനിയേലിനോട് സംസാരിച്ചു. These processes helped him to stay trusted in God. ഈ പ്രക്രിയയുടെ ഈ ചുവടുവെപ്പുകളാണ് തനിക്ക് എല്ലാ നിമിഷവും ദൈവത്തുള്ള ആശ്രയത്തിലായിരിക്കാൻ സഹായകമായി തീർന്നത്. But also his life experience helped. അത് മാത്രമല്ല, തന്റെ ജീവിതത്തിന്റെ ആ അനുഭൂതിയും തന്നെ സഹായകമായിട്ടിരുന്നു. That is point number 4. അതാണ് 4-ാമത്തെ ചുവടുവെപ്പ്. When Daniel overcame these life circumstances, ഈ ജീവിതത്തിലെ ഈ സാഹചര്യങ്ങളിൽ നിന്ന് അതിജീവിച്ച് മുൻപോട്ട് വന്നപ്പോൾ he got this strength in God. ദൈവത്തിലുള്ള ആ ശക്തി താൻ പ്രാപിച്ചു. Examination passed. പരീക്ഷ ജയിച്ചു. And therefore he got that strength. അതിന് ഫലമായിട്ട് തനിക്ക് ലഭിച്ചത് ദൈവത്തിലുള്ള അമിതമായ ബലം. Yes, Daniel trusted in God in the lion's den. ആ സിംഹത്തിന്റെ ഗുഹയിലായിരിക്കുമ്പോൾ അവിടെയും ദാനിയേൽ ദൈവത്തിൽ ആശ്രയിച്ചു. But that was not his learning ground. എന്നാൽ അത് താൻ ദൈവത്തിലുള്ള ആശ്രയത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സ്ഥിതി അല്ലായിരുന്നു. What can we understand? അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? We'll all have these lion's den situations in our lives. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഈ സിംഹ ഗുഹയിലായിരിക്കുന്ന സാഹചര്യങ്ങൾ, അവസ്ഥകൾ നാം അറിയാതെ തന്നെ കടന്നുകൂടും. We might not be literally in a lion's den. അക്ഷരികമായിട്ട് ഒരു സിംഹ ഗുഹയിലല്ലായിരിക്കും നമ്മളായിരിക്കുന്നത്. We might have sicknesses. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ രോഗം കടന്നു വരും. We might have mental agonies. ചില സമയത്ത് മാനസികമായിട്ടുള്ള പിരിമുറുക്കം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. Things we cannot explain to anyone. ആർക്കും പറഞ്ഞുകൂടാത്ത വിധത്തിലുള്ള പ്രശ്നമായിരിക്കും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. In darkness. അന്ധകാരത്തിന്റെ അവസ്ഥ, no way out. ഒരു വിധത്തിലും ഒരു വഴി കാണാത്ത ഒരു സ്ഥിതി. Please be reminded, you cannot start learning to trust God in those situations. ആ സാഹചര്യത്തിൽ ദൈവത്തിലുള്ള ആശ്രയത്തെക്കുറിച്ച് പഠിക്കുകയല്ല, You should be well prepared way before. അതിനു മുൻപ് തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അതിനുവേണ്ടി ഒരുക്കത്തോടുകൂടെ ആയിരിക്കുക. When God gives you blessings in life, ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ മാരി വരുത്തുമ്പോൾ, when God speaks to you, ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, when you speak to God, നാം ദൈവത്തോട് സംഭാഷിക്കുമ്പോൾ, every day, every moment of your life, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും you stay undefiled and holy. You stay.
undefiled and holy, നമ്മെ തന്നെ അശുദ്ധമാക്കാതെ കാത്തു സൂക്ഷിക്കുമ്പോൾ, that is the process of trusting in the Lord. അത് ദൈവത്തിൽ ആശ്രയത്തിന്റെ ആ പ്രക്രിയയിൽ കൂടെ നാം കടന്നു പോവുകയാണ്. I just portrayed one example from the Bible. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഉദാഹരണം, ഒരു മാതൃകാ ജീവിതം, ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമാണ് പങ്കുവെച്ചത്. Life of Daniel. ദാനിയേലിന്റെ ജീവിതം മാത്രം. There are a lot of other characters in the Bible. അതുപോലെ വേദപുസ്തകത്തിൽ അതുപോലുള്ള കഥാപാത്രങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. They learned this process of trusting in God. ദൈവത്തിലുള്ള ആശ്രയത്തെ കുറിച്ച്, ആ പ്രക്രിയയെ കുറിച്ച് അവർ പഠിച്ചു, അവരുടെ ജീവിതത്തിൽ അത് കാണിച്ചു. Sometimes ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ we doubt God. നാം ദൈവത്തെ സംശയിക്കാറുണ്ട്. We fail to trust in God ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ നാം കുറവുള്ളവരായി തീരാറുണ്ട്. because God didn't help me in this situation. കാരണം ദൈവം ഈ ഒരു സന്ദർഭത്തിൽ എന്നെ സഹായിച്ചില്ല എന്ന് ചിന്തിച്ച്. But that is not the way to trust God. അങ്ങനെയല്ല നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. It is a lifelong process. അത് ഒരു ജീവിതം മുഴുവനുള്ള ഒരു പ്രക്രിയയാണ്. I stay prepared for the crisis. ഞാൻ എപ്പോഴും ശോധനയുടെ നിമിഷങ്ങൾക്ക് വേണ്ടി ഒരുക്കത്തോടുകൂടെ ആയിരിക്കും. Daniel had trusted in his God. തന്റെ ദൈവത്തിൽ ദാനിയേൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് വന്നിരുന്നു. In his private life, he trusted in God. That is why God rewarded him publicly. തന്റെ രഹസ്യ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് പരസ്യമായിട്ട് തന്നെ പിതാവായ ദൈവം അദ്ദേഹത്തെ പ്രതിഫലം നൽകി അനുഗ്രഹിച്ചു. Look at David as an example. ദാവീദിന്റെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കുക. What happened in his life? തന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? David and Goliath is a very familiar incident. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ആ സന്ദർഭം, ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ട്. But is that the place where David started trusting in God? ഗോലിയാത്തിന് നേരെ മുഖാമുഖമായിട്ട് വന്നപ്പോഴാണോ ദൈവത്തിലുള്ള ആശ്രയം ദാവീദ് പഠിച്ചത്? Absolutely not. അല്ല. He trusted in God way before that. ഒരിക്കലുമല്ല. അതിനു മുമ്പ് തന്നെ തന്റെ ജീവിതത്തിൽ ദൈവത്തിലുള്ള ആശ്രയം താൻ പഠിച്ച് അതേ രീതിയിൽ ദൈവത്തിലുള്ള ആശ്രയത്തിൽ തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. As a young boy, താൻ യുവാവായിരിക്കുമ്പോൾ തന്നെ, as a shepherd, ഒരു ആട്ടിടയനായിട്ടിരിക്കുമ്പോൾ there were തന്നെ different circumstances. പല സന്ദർഭങ്ങൾ തന്റെ ജീവിതത്തിൽ കടന്നു He വന്നു. trained himself, he learned this trusting process. ആ സാഹചര്യങ്ങളിലെല്ലാം താൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ പ്രക്രിയയിൽ തന്നെ പഠിച്ചുകൊണ്ട് പരിശീലിപ്പിച്ചുകൊണ്ടേയിരുന്നു. When he was in front of the lion, in front of the bear, സിംഹത്തിന് മുൻപാകെ, കരടിയുടെ മുൻപാകെ പെട്ടപ്പോൾ അവിടെ എല്ലാം ഈ ആശ്രയത്തെ കുറിച്ചുള്ള അറിവ് താൻ പഠിച്ചുകൊണ്ടേയിരുന്നു. he spoke to God, he trusted in God, and he won those battles. ആ യുദ്ധങ്ങളെല്ലാം ദൈവത്തിലുള്ള ആശ്രയത്തിൽ തന്നെ അതിജീവിക്കുവാൻ, വിജയശാലിയായിട്ട് മുൻപോട്ട് പോകുവാൻ കർത്താവ് കൃപ നൽകി. Dear brother, my point is this. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സത്യം ഇതാണ്. We all know that it is always a better choice to trust in God. എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പായിരിക്കും. We have that familiar verses. It is better to trust in the Lord. നാം തിരുവചനത്തിൽ നാം ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വാക്യമാണല്ലോ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനെക്കാട്ടിൽ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. But how do we trust in God? എന്നാൽ ദൈവത്തിൽ എങ്ങനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്? It's not momentary. അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്രയമല്ല. It's not for that life specific crisis situation. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശോധനയുടെ നിമിഷം, ഒരു പ്രശ്നത്തിന്റെ മുഖത്തായിരിക്കുമ്പോഴല്ല. It is a lifelong preparatory phase. അത് ജീവിതത്തിൽ എപ്പോഴും അനുവർത്തിച്ച് മുൻപോട്ട് പോകേണ്ട ഒരു ഒരുക്കത്തിന്റെ ഒരു പ്രക്രിയയാണ്. If I am prepared, ഞാൻ അതിന് ഒരുക്കത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ, when the lion's den comes, സിംഹത്തിന്റെ ഗുഹ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുമ്പോൾ absolutely no problem. ഒരിക്കലും പിന്നെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. No voice raised. ഒരിക്കലും ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. We don't see Daniel praying likewise there. ദാനിയേൽ അവിടെ ഒരു പാനിക് സ്ട്രിക്കൺ, ഒരു അപകടാവസ്ഥയിൽപ്പെട്ട പോലെ പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന നാം കാണുന്നില്ല. Victory is ours. കാരണം നാം പൂർണ്ണ ജയ പ്രാപിച്ചിരിക്കുന്നവരാണ്. Before the battle we have won. ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നാം പൂർണ്ണ ജയാളികളാണ്. That should be our life's processes. നമ്മുടെ ജീവിതത്തിലെ പ്രക്രിയ ആ രീതിയിലായിരിക്കണം. Learning to trust God. ദൈവത്തിൽ ആശ്രയം വെക്കുന്നത് നാം പരിശീലിപ്പിച്ച് നമ്മെ ഒരുക്കുക. Dear brother, we are into a new year. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചുവല്ലോ. We live in different countries, different circumstances. പല രാജ്യങ്ങളിൽ പല സാഹചര്യങ്ങളിലാണ് നാം താമസിക്കുന്നതും ജീവിക്കുന്നതും. This year would also bring a lot of life circumstances. ഈ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല അനുഭൂതികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. Let us not wait for those circumstances to trust in God. സാഹചര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. Let us not wait for those circumstances to trust in God. ആ സാഹചര്യം വന്നാൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും അല്ലെങ്കിൽ ദൈവത്തിൽ ഉള്ള ആശ്രയം ഞാൻ പഠിക്കും എന്ന ചിന്തയിലല്ല. Let us trust in God now, today.
ഇപ്പോൾ ഈ മുഹൂർത്തത്തിൽ തന്നെ, ഇന്ന് തന്നെ When I am ദൈവത്തിൽ ആശ്രയം നാം healthy, let me trust in God. ഞാൻ ആരോഗ്യത്തോടുകൂടി ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുക. When I can read the word of God, let me trust in God. ഞാൻ വേദപുസ്തകം വായിക്കുവാനായിട്ടുള്ള കഴിവും സമയവും സന്ദർഭവും കർത്താവ് തരുമ്പോൾ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുക. When I can pray to God, speak to God, let me trust in God. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിപ്പാൻ കർത്താവ് അവസരങ്ങൾ തരുമ്പോൾ ആ സമയത്ത് ദൈവത്തിലുള്ള ആശ്രയം നാം പഠിച്ചുകൊണ്ടിരിക്കുക. Then my Father, God who sees in secret, would reward me openly in my life circumstance. രഹസ്യത്തിൽ ഈ ഒരു പ്രക്രിയ നമ്മളിൽ ഉള്ളപ്പോൾ പരസ്യമായിട്ട് പിതാവായ ദൈവം, സ്വർഗത്തിലെ പിതാവ് നമുക്ക് അനുഗ്രഹം നൽകും, പ്രതിഫലം നൽകും. And the good point is this. ആ നല്ല വിഷയം ഇതിൽ നിന്ന് നമ്മൾ In മനസ്സിലാക്കണം. all through this learning process, ഈ പരിശീലനത്തിന്റെ ഓരോ ഘട്ടത്തിലും I am not alone. ഞാൻ തനിയല്ല. I have His Holy Spirit with me. പരിശുദ്ധാത്മാവാൻ ദൈവം എന്നോടൊപ്പമുണ്ട്. He would lead me in every step. ഓരോ ചുവടുവെപ്പിലും അവൻ എന്നെ നയിക്കും. For me to stay undefiled is impossible. എന്നെ കൊണ്ട് അശുദ്ധമാക്കാതെ എന്നെ കാത്തു സൂക്ഷിക്കുക അത് അസാധ്യമായിട്ടുള്ള വിഷയമാണ്. But to sanctify me and keep me closer to God Almighty, Holy Spirit would help me. പരിശുദ്ധാത്മാവും ദൈവം എന്നെ അശുദ്ധത്തിലേക്ക് കടത്താതെ എന്നെ കാത്തു സൂക്ഷിച്ച് മുൻപോട്ട് നയിക്കും. To be close to Him. ദൈവത്തോട് അടുപ്പിക്കുന്ന കാര്യത്തിലും, To speak to Him. അവനോട് സംഭാഷിക്കുന്ന കാര്യത്തിലും, God speaking to me. ദൈവം എന്നോട് സംഭാഷിക്കുന്ന In വിഷയത്തിലും, all these processes, ഈ ഓരോ പ്രക്രിയയിലും Holy Spirit would definitely help. പരിശുദ്ധാത്മാവും ദൈവം എന്നെ തീർച്ചയായിട്ടും മുൻപോട്ട് നയിക്കും. I just need to yield myself. എന്നെ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. Make myself available. ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് എപ്പോഴും സജീവമായിട്ട് ഒരുക്കത്തോടുകൂടെ ആയിരിക്കുക. Chapter 6 verse 23 we read like this because he had trusted in his God. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ അവസാന ഭാഗത്ത് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവൻ യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. Can we have this testimony? ഈ ഒരു സാക്ഷ്യം നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? I already trusted in him. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് തന്നെ ആയിരിക്കുന്നു. I am in good hands. ഞാൻ ദൈവത്തിന്റെ ബലമായ കരങ്ങളിൽ സുരക്ഷിതനാണ്. Absolutely safe. പൂർണ്ണ സുരക്ഷിതനാണ്. No issues whatsoever. യാതൊരു വിധത്തിലുള്ള പ്രശ്നം എന്റെ ജീവിതത്തിൽ ഇല്ല. Circumstances doesn't matter. സാഹചര്യങ്ങൾ എന്റെ മേൽ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധ ചെലുത്തുന്നില്ല. I stay undefiled. ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കാതെ കാക്കുന്നു. I keep praying. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി സമയം ചെലവഴിക്കുന്നു. God will speak to me. ദൈവം എന്നോട് സംസാരിക്കുന്നു. When I do all these things in secret, ഞാൻ ഈ കാര്യങ്ങൾ രഹസ്യത്തിൽ തന്നെ അനുസരിച്ചായിരിക്കുമ്പോൾ Father God would reward me openly. പിതാവായ ദൈവം പരസ്യമായിട്ട് തന്നെ എന്നെ പ്രതിഫലം നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. May His name be glorified. അവന്റെ വിലയേറിയ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.